ആൽജിബ്ര നിർത്തിയല്ല, തൽക്കാലം നിർത്തിയിട്ട് വേറെ പറയാണ്. റോൺസ്കിയൻ ഓഫ്, അത് പഠിപ്പിക്കാത്തതാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. Wronskian of cos x and sin x is 1 minus 1 2 minus 2. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സെറ്റിനൊക്കെ. റോൺസ്കിയൻ ഓഫ്, ഈ റോൺസ്കിയൻ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും അല്ല, അത് വരുന്നത് ആവശ്യം വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്താണ് മാത്രം. റോൺസ്കിയൻ WRONSKIAN, റോൺസ്കിയൻ എന്ന് വായിക്കും. റോൺസ്കിയൻ ഓഫ് cos x and sin x is 1 minus 1 2 minus 2. എങ്ങനെ അറിയാം? ആ, ഡിറ്റർമിനൻ്റ് പറയുള്ളൂ. എഫ് എക്സും ജി എക്സും രണ്ട് ഫംഗ്ഷൻ, അതിൻ്റെ റോൺസ്കിയൻ എന്ന് പറയുന്നത് fx ഇൻറ്റു ജി ഡാഷ് എക്സ് മൈനസ് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ജി എക്സ് എന്നാണ്. അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് പറഞ്ഞാൽ fx ജി എക്സ് എഫ് ഡാഷ് എക്സ് ജി ഡാഷ് എക്സ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുള്ളൂ, ഇത് പഠിക്കത്തില്ലേ? ഇതെന്തിനാണ് ഡിറ്റർമിനൻ്റിൻ്റെ ആവശ്യമില്ല, അത് ഓർത്തിരിക്കാൻ എന്താ പ്രയാസമാണ്? അല്ല, അതല്ല നീളക്കുറവ്, ഇത് രണ്ട് ലൈൻമേൻ്റെ എഴുതാൻ കാണാൻ രസമോ? ഞാൻ നോക്കിയിട്ട് ഒരു രസവും ഇല്ല. നേരത്തെ തേർഡ് ഓർഡർ ഒക്കെ ആണെങ്കിൽ ഓർക്കാൻ പ്രയാസമാണെന്ന് വിചാരിക്കും എസ്മാൻ. ഇതെന്ത് പ്രയാസം ഇരിക്കുന്നത്? ഇങ്ങനെ ഡയഗണൽ ഇങ്ങനെ ഓർത്താൽ പറ്റും, അതിനെന്ത് പ്രയാസം ഇരിക്കുന്നു? അത് എഴുതിക്കോ. റോൺസ്കിയൻ ഓഫ് ടു ഫങ്ഷൻസ് fx and gx, fx and gx denoted by WFG is defined as WFG equals fx into g dash x minus f dash x into gx. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എഫ് എക്സ് ജി എക്സ്, സെക്കൻഡ് റോ എഫ് ഡാഷ് എക്സ് ഇ ഡാഷ് എക്സ് എന്ന് കിട്ടും ഇല്ലേ? ഈ കണക്കിന് നിങ്ങൾ ഇപ്പം 20 എന്നുള്ള നമ്പര് ഇത്രയും സ്പേസ് മതി, ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. ശരിയല്ലേ? കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സ്ഥലം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷനാണ്. ഓട്ടന്മാര് ഇത് വലിയ ആപ്ലിക്കേഷൻ അല്ലേ? പിന്നെ ഇവിടെ അന്നേരം എത്ര കിട്ടും? എഫ് കോസ് എക്സ് അല്ലേ? എഫ് എക്സ് കോസ് എക്സ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ജി എക്സ് സൈൻ എക്സ്, എഫ് ഡാഷ് എക്സ് എത്ര കിട്ടും? മൈനസ് സൈൻ എക്സ് അല്ലേ? ജി ഡാഷ് എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. ഡബ്ല്യു ഈക്വൽസ് എഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് മൈനസ് എഫ്. ഇവിടെ ഒരു കാര്യം കൂടെയാണ്, ഓർഡർ തിരിയുകയാണെങ്കിലേ ജി ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ക്ലിയർലി ഡബ്ല്യു ജി എഫ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എഫ് ജി എന്ന് പറയുന്നത് നോട്ട് എഴുതിയെടുത്തേ. അപ്പോൾ മൈനസ് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ജി എക്സ് എന്നല്ലേ? അപ്പോൾ എഫ് എക്സ് എത്രയാണ്? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ? മൈനസ് എഫ് ഡാഷ് എക്സ് പ്ലസ് ആവും ഇല്ലേ? ജി ഡാഷ് എക്സ് അത് തെറ്റിപ്പോയാ? ജി ഡാഷ് എക്സ് ഒക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് ജി ഡാഷ് എക്സ് മൈനസ് എഫ് നോക്കട്ടെ.
നോക്കട്ടെ. W cos x sin x മൈനസ് sin x cos x എഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് മൈനസ് എഫ് ഡാഷ് എക്സ് സൈൻ എക്സ് ഇൻറ്റു ജി എക്സ് എന്നാണല്ലോ, ജി ഡാഷ് എക്സ് അല്ല. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 അല്ലേ? എഴുതിക്കോളെ. ഇത് തിരിച്ചു സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ -1 വരും. ഇത് നിങ്ങൾ ഞാൻ പറയുമ്പോഴാണ് ആദ്യം കേൾക്കുന്നത്. ഓർഡർ തിരിച്ചിട്ട് നെഗറ്റീവ് വരുമോ? കേട്ടിട്ടുണ്ടോ? കേൾക്കുകയെന്ന് എനിക്കറിയാം. നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോയിരുന്നവർ തിരിച്ചാ ചോദിച്ചത് നിങ്ങൾ 1 എന്ന് എഴുതി വെക്കും. അതിനാണ് ഞാനിത് പറഞ്ഞത്. അതൊന്നും ആരും പഠിപ്പിക്കുന്ന കാര്യമല്ല, നിസാരപ്പെട്ട കാര്യമാണ്. അവരൊന്നും ഇത് ശ്രദ്ധിക്കത്തില്ല, ഇത്തരം കാര്യങ്ങൾ. പിന്നെ റോൺസ്കിയൻ ഓഫ് അടുത്ത ചോദ്യം, റോൺസ്കിയൻ ഓഫ് e raised to x, e raised to 2x and e raised to x. ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല. e raised to 2x and e raised to x. ന്യൂ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങളെ ഡിഫറൻഷിയേഷൻ പഠിപ്പിച്ചില്ല എന്നല്ലേ പരാതി. അത് തീരട്ടെ. തീരാറായി, അത് പകുതിയായി. പകുതി 45% ലീനിയർ. അപ്പോൾ ഇതെത്ര കിട്ടിയ ഉത്തരം? ചെയ്തോ? ഇല്ല. e raised to 2x ഇൻറ്റു e raised to x അല്ലേ, മൈനസ് 2e raised to x ഇൻറ്റു e raised to x അല്ലേ, മൈനസ് e raised to 3x എന്ന് കിട്ടിയ. Find the Wronskian of e raised to x and e raised to minus x. Find the Wronskian of e raised to x and e raised to minus x. എത്ര കിട്ടും? എത്രയാ കിട്ടുന്നത്? 0യോ? -2ഓ? -2 വരുമെന്ന് തോന്നുന്നു. -1 -2 എന്ന് കിട്ടി അല്ലേ? അടുത്ത ചോദ്യം, അടുത്ത പറഞ്ഞ ഫൈൻഡ് ദ Wronskian ഓഫ് e raised to x and x e raised to x. Find the Wronskian of e raised to x and x e raised to x. +2 തന്നെ ഒരു 5-6 ബുക്ക് പഠിപ്പിക്കാനാണെങ്കിൽ
പക്ഷെ ചോദ്യം വരുന്ന 3 4 ആയിരിക്കും. ഒന്നും പഠിപ്പിക്കാനേ പറ്റുകയില്ല. എത്രയാ കിട്ടിയോ അത്? e raised to x into x e raised to x plus e raised to x minus x e raised to x into e raised to x എന്ന് കിട്ടും അല്ലേ? അപ്പോൾ x e raised to 2x plus e raised to 2x minus e raised to 2x എന്ന് കിട്ടി ഇല്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയത്? അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റോൺസ്കിയൻ ഓഫ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ. എത്ര കിട്ടും? എക്സ് ഇൻറ്റു 2x അല്ലേ, മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1. എക്സ് സ്ക്വയർ എന്ന് കിട്ടിയോ? Find the Wronskian of the differential equation. Wronskian of the differential equation y2 dash plus y is equal to 0. One minus 1, 2 minus 2. ഈ ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല, പക്ഷേ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ റോൺസ്കിൻ ഒന്നും ഇല്ല. എപ്പോഴും സെറ്റിൻ്റെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഊളന്മാർക്ക് ഇത് അറിയത്തില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എവിടെയായാലും റോൺസ്കിൻ ഇരിക്കുന്നത് ചോദിക്കേണ്ട അങ്ങനെയല്ല. ഇതിന് സൊല്യൂഷൻസ് ഉണ്ടല്ലോ, അത് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനാണ് റോൺസ്കിൻ ഉള്ളത്. ഈ ഊളന്മാർ എന്നിട്ട് മുമ്പത്തെ ഇതിൻ്റെ കോസെക്സും സൈനക്സിൻ്റെ സൊല്യൂഷനാണ്. ഉത്തരം മുമ്പ് ചെയ്തത് 1 അല്ലേ, അതാ ഉത്തരം കൊടുക്കും. സൊല്യൂഷൻ മാറുന്ന വെച്ച് റോൺസ്കിൻ മാറും. ഒരു സൊല്യൂഷൻ അല്ല, കോടിക്കണക്കിനുണ്ട്. ഇത് ഒന്നും അറിയാൻ മേലാതെ ഇവന്മാർ വിചാരിക്കുന്ന ആകെ ഒരു കോസെക്സും സൈനക്സും മാത്രമേ ഉള്ളതാണ് വിചാരിച്ചിരിക്കുന്നത്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. വിളിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഇവന്മാരെ? ഇൻഫിനിറ്റ് ഉള്ളപ്പം അവർ പറയുന്നതാണ് കോസെക്സ് സൈനക്സ്. കോസെക്സ് എന്നാൽ അവർ പറയുന്നില്ല, പറയാതെ വ്യക്തമാണല്ലോ അത് എന്നാന്ന്. കാരണം കൃത്യമായ ഒരു ഉത്തരം ഇല്ല ഇതിന്. സൊല്യൂഷൻ മാറുന്നതനുസരിച്ച് റോൺസ്കിയൻ മാറും. അതറിയാൻ മേലാതെ ഇവന്മാർ വിചാരിച്ചിരിക്കുന്നത് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളതാണ്, ഒരു സെറ്റ് സൊല്യൂഷൻ മാത്രമേ ഉള്ളതാണ്. കോസെക്സും സൈനക്സും മാത്രമല്ല. അതിപ്പോൾ പെട്ടെന്ന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനെ y2 ഡാഷ് പ്ലസ് എ വൈ ഡാഷ് അല്ലെങ്കിൽ എ വൈ ഡബിൾ ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് പ്ലസ് സി വൈ ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ കാണാൻ. അത് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. അതിന് 2 ഭാഗമുണ്ട് സൊല്യൂഷനിൽ. അല്ല, റൈറ്റ് സൈഡ് 0 വരുമ്പോൾ ഒരു ഭാഗമേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ e raised to mx എന്ന് എടുക്കുക. അങ്ങനെ വരുമ്പം ഓക്സിലറി ഇക്വേഷൻ ചുരുക്കമേ പറയുന്നുള്ളൂ, മുഴുവൻ പറയുന്നില്ല. am സ്ക്വയർ പ്ലസ് bm പ്ലസ് c ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിന് 2 റൂട്ട് കാണും ജനറലായിട്ട്. അത് രണ്ടും റിയൽ ആകാം. 3 കേസ് വരാം. റിയൽ ആൻഡ് ഡിഫറൻറ്റ് വരാം, റിയൽ ആൻഡ് ഈക്വൽ വരാം, കോംപ്ലെക്സ് വരാം. m1 m2 റൂട്ടെന്ന് വിചാരിക്കുക. രണ്ടും റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ സൊല്യൂഷൻസ് e raised to m1x ഉം e raised to m2x ആയിരിക്കും. രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ഒരെണ്ണം e raised to m1x, മറ്റേത് x ഇൻറ്റു e raised to m1x ആയിരിക്കും. പിന്നെ കോംപ്ലെക്സ് ആണെന്ന് വിചാരിക്കുക. a പ്ലസ് ഐ ബിയും അത് കോൺജുഗേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അല്ല, എ ഇവിടെ ഉപയോഗിക്കും. ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സൊല്യൂഷൻ e raised to ആൽഫ എക്സ് കോസ് ബീറ്റ എക്സും, മറ്റേ സൊല്യൂഷൻ e raised to ആൽഫ എക്സ്
സൈൻ ബീറ്റ എക്സും ആയിരിക്കും. ഈ കേസ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതിയാൽ മതി. C1e⁻m1x പ്ലസ് C2e⁻m2x. ഈ C1 C2 മാറുന്നതനുസരിച്ച് സൊല്യൂഷൻ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സൊല്യൂഷൻ മാറുന്നതനുസരിച്ച് C1 C2 മാറിക്കൊണ്ടിരിക്കും. ഉത്തരത്തിൽ ഈ C1 C2 എപ്പോഴും ഉണ്ടാവും, ഒരു ഫിക്സഡ് ആയിട്ടല്ല വരുന്നത്. അതറിയാൻ മേലാത്തവരാണ് ചോദ്യം, അതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ പിന്നെ ചോദ്യത്തിൽ തന്നെ തെറ്റാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ റോൺസ്കിന് സാധനമില്ല, അതിന് സൊല്യൂഷൻ എന്ന് പറയണം. പിന്നെ ഞാൻ അവരെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഭാഷ തന്നെ ഞാൻ എന്നാലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? അപ്പോൾ അതുപോലെ പറഞ്ഞാലല്ലേ പറ്റത്തുള്ളൂ. എക്സ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇത് ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ C1e⁻m1x പ്ലസ് C2x e⁻m1x എന്ന് കിട്ടും. ലാസ്റ്റ് വരുമ്പം C1e⁻αx cos βx പ്ലസ് C2e⁻αx sin βx എന്ന്. ഇതൊന്നും എഴുതണം, അല്ലാതെ ഇത് പറഞ്ഞാൽ ശരിയാക്കത്തില്ല. ഇത് പറയാതെ ചുരുക്കമേ പറഞ്ഞിട്ടുള്ളൂ, തിയറി മുഴുവൻ ഞാൻ പറഞ്ഞില്ല. വർക്കിംഗ് റൂളും വർക്കിംഗ് മെത്തേഡ് മാത്രമേ തിയറി എങ്ങനെ കിട്ടിയെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നിട്ടില്ല. ഹെഡിങ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നിങ്ങൾക്ക് ഇത് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേണമല്ലോ. സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് linear differential equations. Homogeneous linear differential equations. അത് ഹെഡിങ് ആണ്. കൺസിഡർ ഈ ഹോമോജീനിയസ് റൈറ്റ് സൈഡ് 0 വരുന്നതിനാണ്. നമ്മുടെ ആൾജിബ്രയിലെ ഇക്വേഷൻ പോലെ തന്നെയാണ്. കൺസിഡർ ഹോമോജീനിയസ് linear differential equation, homogeneous linear differential equation ay double dash plus by dash plus cy equal to 0, where abc are constants. In such cases there is a solution in the form y equals e raised to mx. Y equal to e raised to mx. അപ്പോൾ y ഡാഷ് എത്ര കിട്ടും? m e raised to mx എന്ന് കിട്ടും ഇല്ലേ? y ഡബിൾ ഡാഷോ m സ്ക്വയർ e raised to mx എന്ന് കിട്ടും ഇല്ലേ? സോ ay ഡബിൾ ഡാഷ് പ്ലസ് by ഡാഷ്, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചാലും അങ്ങ് പറയുകയാണ്. നേരത്തെ ഇത് പറയണമെന്ന് വിചാരിച്ചാൽ ഇത് നേരിട്ടല്ലേ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് ചരിത്രവും കൂടെ പറയുകയാണ്. എത്ര കിട്ടും ഇത്? a ഇൻറ്റു m സ്ക്വയർ e raised to mx ഇല്ലേ, പ്ലസ് b ഇൻറ്റു m e raised to mx പ്ലസ് c ഇൻറ്റു e raised to mx ഈക്വൽ ടു 0. അതിൽ e raised to mx കോമൺ ഫാക്ടർ എടുക്കത്തില്ലേ? am സ്ക്വയർ പ്ലസ് bm പ്ലസ് c ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ എക്സ്പോണൻഷ്യൽ ഒരിക്കലും 0 ആകത്തില്ല. ഒരു പ്രോഡക്റ്റ് 0 ആണ്, ഏതെങ്കിലും ഒന്ന് 0 ആകണം. ഇത് 0 അല്ലാത്തതുകൊണ്ട് ഇത് 0 ആയേ പറ്റത്തുള്ളൂ. സിൻസ് e raised to mx is never 0, this implies am square plus bm plus c equal to 0. അത്ര എഴുത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ക്ലാസ്സിൽ ഒട്ടും ശരിയായിട്ട് പഠിപ്പിക്കാത്തത്. അർത്ഥം മനസ്സിലാക്കി പഠിപ്പിക്കുന്നു, ഒട്ടും പഠിപ്പിക്കുന്നില്ല. ചുമ്മാ ടെക്നിക്ക് മാത്രം പഠിപ്പിക്കുന്നു. നെവർ 0 എന്ന് എഴുതിക്കാൻ. എക്സ്പോണൻഷ്യൽ ഒരിക്കലും 0 ആകത്തില്ല. ഇപ്പം 2 raised to -3 എന്ന് പറഞ്ഞാലും 1/2 കുറച്ച് പോസിറ്റീവ് അല്ലേ? നെവർ 0 എന്ന് മാത്രമല്ല, പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് പോലും ആകത്തില്ല. ദിസ് ഇംപ്ലൈസ് പ്രോഡക്റ്റ് 0 ആണ്, ഏതെങ്കിലും ഒന്ന് 0 ആവണ്ടേ? ആദ്യത്തെ 0 അല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ 0 ആവുകയാണ്.
am square plus bm plus c equal to 0. അത്ര എഴുതിയോ? ബാക്കി ഞാനങ്ങ് പറയാം. This is a quadratic equation in M. This is a quadratic equation in M. Let m1 and m2 be the roots of this equation. m1 and m2 be the roots of this equation. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവ് ആകുമ്പോൾ റിയലും ഡിഫറൻറ്റും ആയിരിക്കും. when the discriminant b square minus 4ac അല്ലേ, when the discriminant b square minus 4ac is greater than 0, when the b square minus ac is greater than 0, then m1 and m2 are real and different. Then m1 and m2 are real and different. In this case, e raised to m1x and e raised to m2x are two solutions. E raised to m2x are two solutions. Are two solutions. The general solution is y equals c1 e raised to m1x plus c2 e raised to m2x e raised to m2x. ഇനി അടുത്ത പാരഗ്രാഫിൽ when b square minus 4ac equal to 0, b square minus 4ac equal to 0, m1 and m2 are real and equal. രണ്ടും ഒന്ന് തന്നെയായിരിക്കും. m1 and m2 are real and equal. അപ്പോൾ രണ്ട് സൊല്യൂഷൻ വേണമല്ലോ. അതിൻ്റെ പ്രൂഫൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഒത്തിരി പറയാനുള്ളത്. ഇൻ ദിസ് കേസ് e raised to m1x and x e raised to m1x are two solutions. E raised to m1x and x e raised to m1x are two solutions. The general solution is y equal to e raised to m1x plus c2 x e raised to m1x. അല്ലെങ്കിൽ c1 കൂടെ ഉണ്ട്, c1 e raised to m1x. e raised to m1x കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ c1 പ്ലസ് c2x എന്ന് കിട്ടും അല്ലേ. c1 പ്ലസ് c2x. പിന്നെ അടുത്ത സെൻറ്റൻസ്, when b square minus 4ac is less than 0, when b square minus 4ac is less than 0, comma m1 and m2 are complex. m1 and m2 are complex. If abc are rational numbers, if abc are rational numbers, അല്ല അങ്ങനെയല്ല, if abc are real numbers, if abc are real numbers, then complex roots occur in conjugate pairs. Complex roots occur in conjugate pairs. Occur in conjugate pairs എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി റൂട്ട് ആണെങ്കിൽ എ മൈനസ് ഐ ബി റൂട്ട് ആയിരിക്കും. സപ്പോസ് ദാറ്റ് ആൽഫ പ്ലസ് ഐ ബീറ്റ ആൻഡ് ആൽഫ മൈനസ് ഐ ബീറ്റ. Suppose that alpha plus I beta and alpha minus I beta are the roots of the above equation. അത് കഴിഞ്ഞുള്ള പ്രൂഫും പറയുന്നില്ല. In this case, e raised to alpha x into cos beta x and e raised to alpha x into sin beta x are two solutions. The general solution is y equal to c1 e raised to alpha x into cos beta x plus c2 e raised to alpha x into sin beta x.
അതിൽ നമുക്ക് e⁻⁴x കോമൺ ഫാക്ടർ എടുക്കാം. നിങ്ങൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുമായിരിക്കും ഇതിനു മുമ്പ് പഠിച്ചപ്പോൾ, ഇല്ലേ? ഇത് എങ്ങനെ വരണമെന്നും പഠിപ്പിക്കുന്നില്ല. ബാക്കി കാര്യമൊന്നും വേണ്ടുന്നില്ല, ചുമ്മാ കാണാതെ പഠിക്കുകയാണ്. ഇപ്പോഴും ഞാൻ മുഴുവൻ പറഞ്ഞില്ല, അതിപ്പോൾ മുഴുവൻ പറയാൻ നിങ്ങൾ സമ്മതിക്കുകയല്ലല്ലോ. ഇത്രയും പറയാൻ തന്നെ നിങ്ങൾക്ക് സൂഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കണം എന്നുള്ള മനോഭാവക്കാരാണ്. അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ പഠിച്ചതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് അത് കഴിഞ്ഞു. ഇവിടെ ചോദ്യം ഏതാണ്? അതുകൂടെ ഒന്ന് എഴുതിയത്. ദ ക്വസ്റ്റ്യൻ ഹാസ് നോ മീനിങ് എന്നത്. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റോൺസ്കിൻ ഒന്നും ഇല്ല അതിന്. അങ്ങനെ ഞാൻ അതിൻ്റെ വിമർശനം എഴുതുന്നതാണ്. ദ ക്വസ്റ്റ്യൻ ഹാസ് നോ മീനിങ്. മീനിങ് ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ തിരുത്തണം, നീ പറയുന്നത് പോലെ. അതിന് പകരം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാക്കാം, ഫൈൻഡ് ദ റോൺസ്കിൻ ഓഫ്. അല്ല, അവിടെ തിരുത്തുമെന്ന് ക്വസ്റ്റ്യൻ അവിടെ അങ്ങനെ കിടന്നോട്ടെ. ഇപ്പം അവസാനം ചേർത്താൽ പോരെ. ഇപ്പം ക്വസ്റ്റ്യൻ മീനിങ് ഇല്ലെന്ന് എഴുതുന്നിടത്ത് തന്നെ എഴുത്. ആണോ? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റണം എന്ന് വെച്ചാൽ അവിടെ വെട്ടിട്ട് എഴുതാനല്ല ഞാൻ പറയുന്നത്. ഫൈൻഡ് ദ റോൺസ്കിൻ ഓഫ് എനി ടു സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Any two solutions of the differential equation y2 dash plus y equal to 0 എന്നാക്കണം. അതിൻ്റെ സൊല്യൂഷൻ കാണാൻ ഇപ്പോൾ കണ്ടു മെത്തേഡ് am² പ്ലസ് bm പ്ലസ് c. അതിൻ്റെ പേരെഴുതാൻ മറന്നുപോയി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? am² പ്ലസ് തിയറി എഴുതിയപ്പം ഇവിടെ am² പ്ലസ് bm പ്ലസ് c എന്ന് എഴുതിയില്ലായിരുന്നു. ഇതെവിടെ? ഇത് അതിന് പറയുന്ന പേര് ഓക്സിലറി ഇക്വേഷൻ. ഞാൻ പറഞ്ഞായിരുന്നു, നോട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, അതുകൂടെ ഒന്ന് എഴുതണേ. am² പ്ലസ് bm പ്ലസ് c ഈക്വൽ 0 എന്ന് എഴുതിയില്ലേ? അതിൻ്റെ താഴെ ദിസ് ഈസ് കോൾഡ് ദി ഓക്സിലറി ഇക്വേഷൻ. AUXILIARY. ദിസ് ഈസ് കോൾഡ് ദി ഓക്സിലറി ഇക്വേഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുത്തിട്ടാണെന്നൊന്നും നേരിട്ട് ഇതങ്ങ് പറയുകയാണ് ക്ലാസ്സിൽ, അങ്ങനെ പഠിപ്പിക്കൂ. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ എന്ത് പറ്റും? y കാണുന്നിടത്ത് ഒന്നും എഴുതണ്ട, y2 ഡാഷിന് m² എന്ന് എഴുതണം, ഇല്ലേ? ഓക്സിലറി ഇക്വേഷൻ ഈസ് m² പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും, ഇല്ലേ? y ടൈം ഇല്ലല്ലോ. അപ്പോൾ m എത്ര കിട്ടും? m² മൈനസ് 1, ഇല്ലേ? m ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് i കിട്ടി, ഇല്ലേ? എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് i എന്നല്ലേ? അപ്പോൾ ആൽഫ 0യും ബീറ്റ 1ഉം ആയിരിക്കും, ഇല്ലേ? അപ്പോൾ സൊല്യൂഷൻസ് എന്ത് കിട്ടും? സൊല്യൂഷൻസ് ആർ e⁻⁴x ഇൻറ്റു കോസ് എക്സ്, ഇല്ലേ? ആൻഡ് e⁻⁴x ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും, ഇല്ലേ? 1i എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ 1x കിട്ടണം. അതായത് കോസ് എക്സും സൈൻ എക്സും കിട്ടും, ഇല്ലേ? അവർ വിചാരിക്കും ഈ കോസ് എക്സും സൈൻ എക്സും മാത്രമേ ഉള്ളെന്നാണ്. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷൻ എന്ത് കിട്ടും? y ഈക്വൽ ടു c1 കോസ് എക്സ് പ്ലസ് c2 സൈൻ എക്സ്. അപ്പോൾ രണ്ട് സൊല്യൂഷൻ വേണ്ട റോൺസ്കിയൻ കാണാൻ. കൺസിഡർ ദി സൊല്യൂഷൻസ്. ഏതാണ്? y1 ഈക്വൽസ് c1 അല്ലെ a cos x plus b sin x and y2 equals a അല്ല c വേറെ c യും c b മാറ്റി c cos x plus d sin x. എയും ബിയും സിയും ഡിയും വേരി ചെയ്യുമ്പം എത്ര സൊല്യൂഷൻ വേണമെങ്കിലും കിട്ടും. അങ്ങനെയാണ് മുഴുവൻ സൊല്യൂഷൻ കിട്ടുന്നത്.
ഇനിയിപ്പോൾ ഈ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ മതി. WY1/2 എത്ര കിട്ടും? y1/2 മൈനസ് y1-/2 എന്നല്ലേ. അപ്പോൾ y1 ഈ കിടക്കുന്നത് a cos x പ്ലസ് b sin x ഇൻറ്റു y2 എത്ര കിട്ടും? മൈനസ് c sin x പ്ലസ് d cos x അല്ലേ. മൈനസ് y1 അതായത് മൈനസ് a sin x പ്ലസ് b cos x ഇൻറ്റു y2. അപ്പോൾ c cos x പ്ലസ് d sin x എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് എ സി സൈൻ എക്സ് കോസ് എക്സ് അല്ലേ. പിന്നെ എന്താണ് വരുന്നത്? മൈനസ് ബി സി സൈൻ സ്ക്വയർ എക്സ് അല്ലേ. പിന്നെ എ സി മൈനസ് ബി സി സൈൻ സ്ക്വയർ എക്സ് ഇല്ലേ. ഇനി എ ഡി കോസ് എക്സ്, എ ഡി കോസ് സ്ക്വയർ എക്സ് ഇല്ലേ. പിന്നെ എന്താണ്? പ്ലസ് ബി ഡി സൈൻ എക്സ് കോസ് എക്സ്. തെറ്റിയാ നോക്കട്ടെ. അതെ, ബി ഡി സൈൻ എക്സ് കോസ് എക്സ് ഇല്ലേ. പിന്നെ മൈനസ് എ സി സൈൻ എക്സ് കോസ് എക്സ് അല്ലേ. പിന്നെ എത്രയാണ്? മൈനസ് എ ഡി സൈൻ സ്ക്വയർ എക്സ് അല്ലേ. പിന്നെ പ്ലസ് ബി സി കോസ് സ്ക്വയർ എക്സ് അല്ലേ. മൈനസ് പ്ലസ് ബി ഡി സൈൻ എക്സ് കോസ് എക്സ്. ഇത് വെട്ടിപ്പോവുകയല്ലേ. ഇതും വെട്ടിപ്പോകത്തില്ല എന്ന് നോക്കിയേ. ബാക്കി വെട്ടത്തില്ല. എ ഡിയുടെ ഇവിടെ ഇല്ലേ, ഇത് പ്ലസ് എ ഡി ആകത്തില്ലേ. എ ഡി ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്നാവും ഇല്ലേ. പിന്നെ മൈനസ് ബി സി എടുത്തു കഴിഞ്ഞാലോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അത് 1 അല്ലേ. അപ്പോൾ എ ഡി മൈനസ് ബി സി എന്ന് കിട്ടും. അതായത് സൊല്യൂഷൻ മാറുന്നതനുസരിച്ച് ഓൺ സ്കെയിൽ മാറിക്കൊണ്ടിരിക്കും. എ ബി സി ഡി മാറുന്നതനുസരിച്ചാണ് സൊല്യൂഷൻ മാറുന്നത്. പിന്നെ ഈ പൊട്ടന്മാരിങ്ങനെ ചോദിച്ചാൽ എങ്ങനെ? അവരേത് സൊല്യൂഷനാണ് ഉദ്ദേശിച്ചത്? നമുക്ക് കണിയാൻ്റെ അടുത്ത് പോകാൻ പറ്റും. അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. അവരാ വിചാരിച്ചിരിക്കുന്നത് ആകെ ഈ 2 സൊല്യൂഷനേ ഉള്ളതാണ് ഇതിനെ. അപ്പം പിന്നെ ഏതാണെന്ന് പറയണ്ടല്ലോ. ആകെ 2 ഉള്ളെങ്കിൽ പിന്നെ ഏതാണെന്ന് സൂചിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അവർ സൊല്യൂഷൻ എന്ന് പോലും പറഞ്ഞിട്ടില്ലല്ലോ ക്വസ്റ്റ്യനില്ലേ. ഇത് 1 തവണയല്ല, 3-4 തവണ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഒരു തവണ അബദ്ധം പറ്റിയതല്ല. അപ്പോൾ ഈ വേഷം കെട്ടി നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കുന്തവും പഠിച്ചിട്ടില്ല. ഇനി ആൻസർ എ ഡി മൈനസ് ബി സി എന്നാണ്. ഓപ്ഷൻ അല്ല, അതിനകത്ത് വന്നിരിക്കുന്നത് അതേപടി ഞാൻ തന്നതാണ്. അതിന് ഞാൻ ആ പാപത്തിൽ എനിക്ക് പങ്കില്ല. ഞാനത് അങ്ങനെ അതേപടി വായിച്ചതാണ്. ഓപ്ഷൻസ് ഞാൻ ഓർക്കുന്നില്ല എന്താണ്. ഇങ്ങനെ 3-4 എണ്ണം ഉണ്ടെന്നറിയാം. ഞാൻ ഒരു കാര്യവും വെറുതെ പറയുന്ന ആളല്ല. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറവുണ്ടെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു അസ്വസ്ഥത മാത്രമേ ഉള്ളൂ. അത് സഹിക്കാവുന്നതാണ്. സഹിക്കാൻ വരാത്തന്നെ ഇവിടെ ഒന്ന് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. കണ്ണിന് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അതൊന്നുമില്ല. ചവിട്ടിയതായിരിക്കത്തില്ല. കൈ എടുത്തപ്പോഴേ ഉറങ്ങുമ്പോൾ കൈ എടുത്താൽ മുട്ടിയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ വരാൻ അത് ചിലപ്പോൾ നല്ല ഉറക്കമാണെങ്കിൽ അറിയണം. ചെറുതായിട്ട് മുട്ടിയാൽ അറിയണമെന്നില്ല. ചെറുതായിട്ട് മുട്ടിയാൽ കണ്ണിന് വലിയ പരിക്ക് പറ്റും. വലുതായിട്ട് പറ്റിയാൽ
അയ്യോ, ഉറങ്ങാനൊക്കെ വലിയ താമസമാണ് എനിക്ക്. ഞാൻ കിടന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഉറങ്ങുന്നത്. ഇല്ല 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 ഇല്ല. അല്ലാതെ മെഡിസിനൊക്കെ ഉണ്ട്. ദിവസം 3 രാവിലെ വൈകിട്ടും ഉച്ചയ്ക്ക് ഓരോ, അത്രേ ഉള്ളൂ. അല്ല, എന്നിട്ട് ഉറക്കമില്ല, ഉറക്കം കുറവാണ്. ഏതാ അങ്ങനെ ചുമ്മാ എന്തെങ്കിലും കുഴിക്കാൻ പറ്റുമോ? അപ്പൊ അത് ഇത് അതൂടെ ദി ആൻസർ ഡിപ്പെൻഡ്സ് ഓൺ എ ബി സി ആൻഡ് ഡി എന്നായിരുന്നു. അതായത് സൊല്യൂഷൻ എടുക്കുന്നത് പോലെ ഇരിക്കും. ആൻസർ ഡിപ്പെൻഡ്സ് ഓൺ എ ബി സി ആൻഡ് ഡി. അതും കൂടെ ഈ ആൻസർ കിട്ടത്തക്ക രീതിയിൽ A1ഉം B0 ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? A1 അതുകൂടെ എഴുതിയാലേ ഇവരുടെ ഉത്തരം കിട്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അന്നേരം Y1 എന്ത് കിട്ടും? cos x എന്ന് കിട്ടും ഇല്ലേ? Y2 sin x ഇല്ലേ? ആൻഡ് Y1 Y2 എത്ര കിട്ടുന്നു? A1 B0 C0 D1 ഇല്ലേ? അങ്ങനെ, അത് ശരിയാണ്. അപ്പോൾ എന്ത് കിട്ടുന്നത്? AD മൈനസ് BC എന്നല്ലേ? 1 എന്ന് കിട്ടത്തില്ലേ? അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ശരി, അതാണെന്ന് അത് തന്നെ എടുക്കണമെന്ന്. ഇവിടെ എനി 2 സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻ മാറുന്നതനുസരിച്ച് ഉത്തരം മാറിക്കൊണ്ടിരിക്കും. അതിന് ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. മുമ്പ് ആദ്യം ചോദിച്ചാൽ മതി. പിന്നെ ഇത് ഇങ്ങനെ കാണാതെ സൊല്യൂഷൻ ഒന്നും എടുക്കാതെ റോൺസ്കിയൻ കാണാനുള്ള മെത്തേഡുണ്ട്. അത് പറയാതെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ y2 dash plus px into y dash plus qxy ഈക്വൽ ടു 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഏതെങ്കിലും ഒരു പെയർ ഓഫ് സൊല്യൂഷൻ്റെ റോൺസ്കിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ C ഇൻറ്റു e റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ PS dx. ഇത് പുസ്തകത്തിലുള്ള തിയറം തന്നെയാണ്. C ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അത് കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ മാറുന്നതിനനുസരിച്ച് റോൺസ്കിയൻ മാറുമെന്ന് കാണിക്കാൻ തന്നെയാണ്. ഇവിടെ ചോദ്യം y2 dash പ്ലസ് y ഈക്വൽ 0 എന്നല്ലേ? px എത്രയായിരിക്കും? y ടൈം ഉണ്ടോ? y ഡാഷ് ടൈം ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ റോൺസ്കിയൻ എന്ത് കിട്ടും? C ഇൻറ്റു e റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ 0x dx. ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ 0 എന്ന് പറയാനൊക്കെ ഇതില്ല. 0 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോൺസ്റ്റൻ്റ് അല്ലേ വരുന്നത്? അപ്പോൾ കോൺസ്റ്റൻ്റ് ഇൻറ്റു കോൺസ്റ്റൻ്റ്, ആർബിട്രറി കോൺസ്റ്റൻ്റ് ഇൻറ്റു കോൺസ്റ്റൻ്റ്, ആർബിട്രറി കോൺസ്റ്റൻ്റ്. അതാ AD മൈനസ് BC ആർബിട്രറി അല്ലേ? തിയറോ നമ്മളിപ്പോൾ പഠിച്ചതുമായിട്ടെല്ലാം ഞാൻ പറയുന്ന എല്ലാ പരസ്പരം കോയിൻസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒന്നിനെ കോൺട്രഡിക്റ്റ് ചെയ്യല്ല മറ്റത്. അതുകൊണ്ട് എഴുതിയാലേ തിയറോ എന്ന് തന്നെ എഴുതിയാൽ തിയറോ ആയിട്ട് പറയാവുന്നതാണ്. നിങ്ങൾ MSc ചിലപ്പോൾ ഡിഗ്രിക്കും പഠിക്കാൻ കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. തിയറോ ആയിട്ട് എഴുതിക്കാം. The Wronskian of the differential equation, the Wronskian of any 2 solution എന്നുള്ളതാണ്. Wronskian of any 2 solutions of the differential equation. ഇപ്പോൾ എൻ്റെ പുസ്തകം ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. വീട്ടിലാന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ കാണിക്കാതായിരുന്നു. ഇല്ലെന്ന് തോന്നുന്നു. ാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ Wronskian of any 2 solutions of the differential equation y2 dash plus px into y dash plus qxy equal to 0 is C into e raised to minus integral PS dx, where C is an arbitrary constant. അത് സൊല്യൂഷൻ മാറുന്നതനുസരിച്ചാണ് ഈ C മാറുന്നത്. where C is an arbitrary constant. ഇവിടെ എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ? y dash ടൈം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇൻ ദിസ് പ്രോബ്ലം px ഈക്വൽ ടു 0 അല്ലേ? സോ റോൺസ്കിയൻ ഈക്വൽ C ഇൻറ്റു e റേസ് ടു മൈനസ് 0 dx അല്ലേ? എന്ന് പറഞ്ഞാൽ C ഇൻറ്റു 0 ഇൻ്റഗ്രേറ്റ് ചെയ്ത കോൺസ്റ്റൻ്റ് അല്ലേ വരുന്നത്? C ഇൻറ്റു
ഇൻറ്റു എ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ് അല്ലേ? ഇവിടെ ആർബിട്രറി അല്ലേ, എ ബി സി ഡി മാറുന്നതനുസരിച്ച് മാറും. ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഇപ്പം എത്ര സമയം എത്രയും C depends on the solution, on the two solutions. ഈ സി മാറുന്നതേ സൊല്യൂഷൻ മാറുമ്പോൾ സി മാറും. സി ഡിപ്പെൻഡ്സ് ഓൺ ദ ടു സൊല്യൂഷൻസ്. ആ എ ബി സി ഡി ഉണ്ടല്ലോ, അതിന് എന്ത് കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ സൊല്യൂഷൻസ് കിട്ടും. ഒന്നും രണ്ടും പേരൊന്നും അല്ല, കോടിക്കണക്കിന് പേരാണ് കിട്ടുന്നത്. അത് മാറുന്നതനുസരിച്ച് ടോൺസ്കിനും മാറും. ഇത് അല്ലാതെ യുവന്മാർ വിചാരിച്ചിരിക്കുന്നത് ഞാനത് ചെയ്തും കാണിച്ചില്ല. കോസെക്സും സൈനക്സും എടുക്കുമ്പോൾ അവർ പറയുന്നതാണ്, തിരിച്ചെടുത്താലോ -1 ആവും. ഇനി 2 cos x + 3 അങ്ങനെയൊക്കെ എടുക്കാമല്ലോ, അന്നേരം വേറെ ടോൺസ്കിനായിരിക്കും കിട്ടും.